ഹലോ. അങ്ങനെ 2025 കൊടുങ്ങല്ലൂർ ഭരണിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഭരണി കാണാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ ഭരണി കാണുന്നത്. അന്നത് കണ്ടപ്പോഴത്തേന് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം കാണണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇന്നൊരു ഹോളിഡേ ആണെങ്കിൽ കൂടെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഭരണി കാണാൻ വന്നു. നമ്മൾ വന്ന ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് ചുവന്ന പട്ടമൊക്കെ എടുത്ത് കോമരം തുള്ളിയും കുറേ പേര് പാട്ട് പാടി കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഉച്ചയായൊരു സമയമാണ്. നമ്മളും അങ്ങനെ അവരുടെ കൂടെ അമ്പലത്തിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ അമ്പലം. കൊടുങ്ങല്ലൂരിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷനും ഈ കാണുന്ന കൊടുങ്ങല്ലൂർ അമ്പലം തന്നെയാണ്. ഇവിടെ ഭരണി കൊടിയേറുമ്പോൾ തന്നെ കുറേ കൊടികൾ ഇതേപോലത്തെ ഈ യെല്ലോ കളറിലുള്ളത് ഫുൾ അമ്പലം നിറച്ച് ഫുൾ ഫ്ലാഗ്സ് ആയിരിക്കും. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ഭദ്രകാളിയാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഭദ്ര മീൻസ് ബ്ലെസ്ഡ് എന്നും കാളി എന്ന് പറയുന്നൊരു ഡുവൽ ആസ്പെക്ട് മീനിങ് ആണ്. അതായത് ബ്രിങ്ങർ ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ബോവർ ഓഫ് ബ്ലെസ്സിങ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഒരു രൗദ്രഭാവമാണ് കാണിക്കുന്നത് ആസ് ദ ഡെയിറ്റി. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതേപോലത്തെ ഒരു ഇമോഷൻ തന്നെയാണ് ഇവരും പോർട്രേ ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ അമ്പലത്തിൻ്റെ ഈ എൻട്രൻസിൻ്റെ അവിടെ പെട്ടുപോയി. ഇതിലെയാണ് കുറേ ആളുകൾ നേരെ നടയിലേക്ക് പോകുന്നത്. ഈ വരുന്ന ആളുകളൊന്നും കൊടുങ്ങല്ലൂരുള്ള ആളുകളല്ല. കൊടുങ്ങല്ലൂരുകാർ ഭരണിയുടെ അന്ന് വെറൊരു ഔട്ട്സൈഡേഴ്സ് മാത്രമാണ്. ഭരണിക്ക് വരുന്നത് മിക്കതും കേരളത്തിലെ നോർത്തേൺ സൈഡിൽ നിന്നുള്ളവരും അതുപോലെ തമിഴ്നാട്ടുകാരൊക്കെയാണ് അവരുടെ നേർച്ചകളും വഴിപാടുകളും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യാനായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. കൊടുങ്ങല്ലൂരുകാർ ഒരുമിച്ച് ആഘോഷിക്കുന്നത് കൊടുങ്ങല്ലൂർ താലപ്പൊലിയാണ്. താലപ്പൊലിയും കൊടുങ്ങല്ലൂർ ഭരണിയും വെച്ച് എനിക്ക് കമ്പയർ ചെയ്തപ്പോൾ കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഭരണിയാണ്. അതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ നടുക്കിടക്കി നല്ല ചൂടാണ് ഇവിടെ, ഭയങ്കര ചൂട്, ഭയങ്കര തിരക്കും. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കുറേ ആൽമരങ്ങളും ആൽത്തറകളും ഉണ്ട്. ഈ ഓരോ ആൽത്തറയ്ക്കും അതിൻ്റേതായ അവകാശികളുണ്ട്. അവരുടെ തറവാട്ട് പേരും സ്ഥലപ്പേരും എല്ലാം ഈ ആൽത്തറയിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവരെല്ലാം ഈ പാട്ടും പാടി തുള്ളലൊക്കെ കഴിഞ്ഞ് ഈ ആൽത്തറയിൽ പോയിരിക്കുന്നത് കാണാം. അവരുടെ തറവാട്ടുകാരല്ലാതെ മറ്റാരും തന്നെ ആ ഒരു ആൽത്തറയിൽ ഇരിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അവിടെ ഇരുന്ന് അതിന് ശേഷം അശ്വതി കാവ് തീണ്ടൽ തുടങ്ങുമ്പോൾ അവരും അമ്പലത്തിന് ചുറ്റും വല വെക്കാനായിട്ട് ഓടും. അത് കഴിഞ്ഞ് പിന്നെ അവരെ നാട്ടിലേക്ക് പോയി പിന്നെ ഒരു പക്ഷേ അവരെല്ലാവരും കൂടെ വരുന്നത് അടുത്ത ഭരണിക്കായിരിക്കാം. ഈ ഫ്ലാഗ്സ് കിടന്ന് ആടുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. റോട്ടിൽ കൂടെ നടക്കാണ് എന്തെങ്കിലും കുടിക്കാൻ. ഇപ്പോഴും തിരക്കാ, ബട്ട് കുറേ ആൾക്കാരൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ പരിപാടി അവസാനിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, കുറേ പേരെല്ലാം ഭരണിക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. ഇവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന കോമരങ്ങളാണ്. ഞങ്ങൾക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് നിൽക്കാൻ ഒരു സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കാവ് തീണ്ടുന്നത് കാണുന്നത് മിസ്സായിപ്പോയി. അത്യാവശ്യം ഏറെക്കുറെ എല്ലാവരും കാവ് തീണ്ടലൊക്കെ കഴിഞ്ഞ് പോയി തുടങ്ങിയിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഭരണി കഴിഞ്ഞു. ഭരണി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വട്ടം കാണാം.